പുലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതി ചിലുചിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണും നേരം കമലാനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാന്റെ പരമഭക്തിയായിരുന്ന ഒരു അമ്മയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഭഗവാൻ ഈ പാട്ട് പാടി സമർപ്പിച്ചത് കുറൂരമ്മയാണ്. കുറൂരമ്മയുടെ കഥയാണ് ഇന്ന് പറയാൻ ഞാൻ പോകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിനടുത്ത് വേങ്ങിലശ്ശേരിയിൽ എന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലാണ് കുറൂരില്ലം സ്ഥിതി ചെയ്യുന്നത്. കുറൂരില്ലത്തിലേക്ക് കുറൂരമ്മയെ വേളി കഴിച്ചു കൊണ്ടുവരുന്നതാണ്. ഗൗരി എന്നായിരുന്നു കുറൂരമ്മയുടെ നാമധേയം. കുറൂരമ്മ വളരെ കുട്ടിക്കാലത്ത് തന്നെ മുജ്ജന്മ സുഹൃതമായി ശ്രീകൃഷ്ണ ഭക്തി കിട്ടിയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഗൗരി. കുട്ടിക്കാലത്ത് തന്നെ ഭഗവാനോട് അമിതമായൊരു സ്നേഹം ഭക്തിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഗൗരിയുടെ വീട്ടിലെ അച്ഛനും ഗൗരിയുടെ അമ്മയും ഒക്കെ ഭഗവാനോട് അമിതമായൊരു ഭക്തിയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഗൗരി. അങ്ങനെ ഗൗരി അന്നത്തെ കാലത്ത് ചെറുപ്പത്തിലെ കുട്ടികളെ വേളി കഴിച്ച് വിടുമായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൗരിയെ കുറൂരില്ലത്തിലേക്ക് വേളി കഴിച്ച് കൊണ്ടുപോകുന്നതോ ഗൗരിയേക്കാൾ ഒരുപാട് പ്രായവ്യത്യാസം, ഒരുപാട് മുതിർന്ന ഒരാളായിരുന്നു ഗൗരിയെ അങ്ങോട്ട് വേളി കഴിച്ച് കൊണ്ടുപോകുന്നത്. അവിടെയാണെങ്കിലും ഗൗരി ഏറ്റവും മുതിർന്ന ഒരാളുടെ ഭാര്യയായിട്ടാണ് ഗൗരി അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ആളായിട്ട് തന്നെയാണ് അവരെല്ലാവരും കാണുന്നത്. 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഗൗരിക്കെന്ന്. ആ 16 വയസ്സിൽ തന്നെ 16ാമത്തെ വയസ്സ് കഴിയുമ്പോൾ തന്നെ ഗൗരി വിധവയാക്കപ്പെടുകയാണ്. അന്നത്തെ കാലത്ത് വിധവകൾക്ക് വളരെയേറെ കഠിന യാതനകളൊക്കെ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കാലമായിരുന്നു. വിധവകൾക്ക് പുറത്തിറങ്ങി നടക്കാനോ അവരെ കാണുന്നത് വളരെ ദുശഗുണമായി കാണുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ വീടിൻ്റെ ഇരുളിലേക്ക് അവർ താഴ്ത്തപ്പെടുകയായിരുന്നു അന്നത്തെ ആ കാലത്തെ സ്ത്രീകൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം. അതേപോലെ തന്നെ ഈ ഗൗരി ഭർത്താവ് മരിച്ചതിന് ശേഷം ഗൗരിയും അങ്ങനെ ഒരു കുറൂരില്ലത്ത് തന്നെ ഒരു മുറിയിലേക്ക് മാത്രമായി ചുരുണ്ടു പോവുകയാണ്. അങ്ങനെ അവിടേക്ക് മാത്രമായി ഒരു മുറിയിൽ മാത്രം തളച്ചിടുകപ്പെടുകയാണ് ചെയ്യുന്നത് കുറൂരമ്മ. അങ്ങനെ ഒറ്റപ്പെടുകയാണ്. ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുകയാണ് ഗൗരി. കുട്ടിയാണ്. ഈ ചെറുപ്രായത്തിലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ഭഗവാനെ മുറുകെ പിടിക്കുകയാണ് കുറൂരമ്മ ചെയ്യുന്നത്. ഈ ഒറ്റപ്പെടലെല്ലാം തനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഭഗവാനോട് അടുക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഗൗരി അന്തർജന അന്ന് കണ്ടിരുന്നത്. ഗൗരി അങ്ങനെ കുറൂരില്ലത്ത് താമസിച്ച് പിന്നീട് കുറൂരമ്മയായി മാറുകയാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവർക്കും കുറൂരമ്മയുടെ ഈ കൃഷ്ണഭക്തി അത്ര ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല. അവർക്കൊന്നും തീരെ കുറൂരമ്മയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വളരെ പഴക്കം ചെന്നൊരില്ലമാണ് കുറൂരില്ലം. അവരെല്ലാവരും അവിടെയുള്ള കുറൂരില്ലത്തുള്ള മറ്റ് അംഗങ്ങളും ഈ ഗൗരി അന്തർജനത്തിൻ്റെ സഹോദരനും ഭാര്യയും അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടുന്ന് അടാട്ട് എന്നൊരില്ലം പുതിയതായും വാങ്ങിച്ച് അങ്ങോട്ട് മാറി താമസിക്കുകയാണ്. അവർക്ക് ആർക്കും ഗൗരിയെ കൂടെ കൊണ്ടുപോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറൂരില്ലത്ത് തന്നെ ഗൗരിയെ താമസിപ്പിച്ച് അവരെല്ലാവരും അടാട്ടില്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൗരിക്ക് വളരെയേറെ സങ്കടമാകുന്നു. പക്ഷേ ആ സങ്കടത്തിലും ഭഗവാനെ മുറുകെ പിടിച്ച് ഗൗരി കുറൂരില്ലത്ത് തന്നെ താമസിക്കുകയാണ്. പക്ഷേ അവർ പോകുമ്പോൾ കുറൂരമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാൾ നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവിടെ കുറൂരമ്മയ്ക്ക് സഹായിയായിട്ട് നിർത്തിയിട്ടാണ് അവർ പോകുന്നത്. ലക്ഷ്മിയുടെ മകനാണ് മാധവൻ. മാധവനും ലക്ഷ്മിയുമാണ് കുറൂരമ്മയ്ക്ക് ഒരു സഹായമായിട്ടുണ്ടായിരുന്നത്.
എല്ലാവരോടും സ്നേഹമാണ്. ഒരു സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ആളായിരുന്നു കുറൂരമ്മ. കുറൂരില്ലത്ത് വരുന്ന എല്ലാ കുട്ടികളോടും എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അവിടെ വരുന്ന എല്ലാവരും ഭഗവാൻ തനിക്ക് വേണ്ടി തൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നാണ് കുറൂരമ്മ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഉണ്ണികളെയൊക്കെ തൻ്റെ സ്വന്തം ഉണ്ണികളായിട്ടാണ് കാണുന്നത്. ഒരു മാതൃവാത്സല്യം, മാതൃസ്നേഹം എന്താണെന്ന് അറിയാത്ത ഒരു ആളായിരുന്നു കുറൂരമ്മ. അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഉണ്ണിക്കണ്ണനായിട്ടാണ് എല്ലാവരെയും കാണുന്നത്. അവർക്ക് വേണ്ടി പലഹാരങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കുറൂരമ്മ അവർക്ക് കൊടുക്കുമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു എല്ലാവരോടും. ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ കുറൂരമ്മയുടെ കണ്ണൊക്കെ നിറയും. കാരണം ഭഗവാൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നാണ് കുറൂരമ്മ വിചാരിക്കുന്നത്. അത്ര സ്നേഹമായിരുന്നു എല്ലാവരോടും, സമാധാനവും സ്നേഹമായിരുന്നു എല്ലാവരോടും. ഭഗവാന്റെ നാമങ്ങളൊക്കെ ഉറക്കെ ചൊല്ലുമായിരുന്നു കുറൂരമ്മ. കുറൂരമ്മയ്ക്ക് ഭഗവാന്റെ ഭക്തി സൂക്തങ്ങളോ ഒരുപാട് പഠനവും വേദോപനിഷത്ത് പഠനമോ അങ്ങനെ പാണ്ഡിത്യമോ ഒന്നും കുറൂരമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഭഗവാനെ ഓരോ പേര് ചൊല്ലി അങ്ങനെ വിളിക്കുന്നു. അത് കീർത്തനങ്ങളായൊക്കെ പാടുകയാണ് കുറൂരമ്മ. തൻ്റെ നാവിൽ ഭഗവാനെ പ്രകീർത്തിച്ചു വരുന്ന എല്ലാം അങ്ങനെ ഒരു ഭക്തി ഗാനങ്ങളായി അങ്ങനെ പാടുകയാണ്. അത് തന്നെയാണ് പ്രാർത്ഥനയും കുറൂരമ്മയുടെ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കുറൂരമ്മ ഇങ്ങനെ പ്രാർത്ഥനകൾ ഉറക്കെ നാമം ജപിക്കുന്നതും ഒക്കെ അവിടെയുള്ള ചുറ്റുപാടും ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കുറൂരമ്മയുടെ ഇല്ലത്തേക്ക് വരുന്നവരെയൊക്കെ കുറൂരമ്മ സഹായിച്ചും കുറൂരമ്മയ്ക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിച്ചൊക്കെയാണ് വിടുന്നത്. ഭഗവാന്റെ ഒരു വിഗ്രഹം കുറൂരമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൽ എന്നും പൂജയൊക്കെ ചെയ്ത് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത് ഭഗവാന്റെ അടുത്ത് തന്നെയാണ് കുറൂരമ്മ. ഏകാദശിയൊക്കെ എടുക്കുമായിരുന്നു. ഏകാദശി എടുക്കുന്നത് പഞ്ചാംഗവും ഒന്നും നോക്കാനൊന്നും അന്ന് അറിയില്ല കുറൂരമ്മക്ക്. അതൊന്നും അറിയില്ല. കുറൂരമ്മ 15 കല്ല് അടുക്കി വെക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് താഴെ നിന്ന് ഓരോ കല്ലെടുത്ത് മാറ്റുന്നു. 15ാമത്തെ കല്ലെടുക്കാറാകുമ്പോൾ ആ 15ാമത്തെ കല്ലെടുക്കുന്ന ആ ദിവസം അന്നാണ് കുറൂരമ്മ കുറൂരിലത്തെ ഏകാദശി ആയിട്ട് അനുഷ്ഠിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ കുറൂരമ്മ ഏകാദശി എടുക്കുന്ന ആ ഒരു ദിവസം 2 ബ്രാഹ്മണര് കുറൂരിലത്തേക്ക് വരികയാണ്. അവർ വരുമ്പോഴത്തേക്ക് കുറൂരമ്മയ്ക്ക് സങ്കടമാകും. അയ്യോ, ഇന്ന് ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഇന്ന് എനിക്ക് ഏകാദശിയാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് പറയും. അപ്പോൾ ആ ബ്രാഹ്മണർ പറയും, അയ്യോ കുറൂരമ്മേ, ഇന്നല്ലല്ലോ ഏകാദശി, നാളെയാണ് ഏകാദശി എന്ന് പറയും. അപ്പോൾ അല്ലല്ല, ഇന്നാണ് ഏകാദശി, നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് തന്നെയല്ലേ എന്ന് പറയും. അപ്പോൾ അവരുടെ പഞ്ചാംഗവും ഒക്കെ എടുത്തു വെച്ച് അവർ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് തന്നെയാണ് ഏകാദശി. അപ്പോൾ അവർ പറയും, അയ്യോ അറിയാതെ പറ്റിയതാണ് കുറൂരമ്മേ, സാരമില്ല, ഞങ്ങൾ അടുത്ത ഇല്ലത്ത് പോയി ഭക്ഷണം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. അവർ അടുത്ത ഇല്ലത്ത് പോകുന്നു. അവിടുത്തെ ആ ഇല്ലത്തമ്മ അവരെ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്തുന്നു, ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ബ്രാഹ്മണർ ചോദിക്കും, അമ്മ ഏകാദശി എടുക്കാറില്ലേ എന്ന് ചോദിക്കും. അപ്പം പറയും, ഏകാദശി ഞാനും എടുക്കാറുണ്ട്, നാളെയല്ലേ ഏകാദശി, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറയും. അപ്പോൾ അവർ പറയും, അയ്യോ നാളെയല്ല, ഇന്നാണ് ഏകാദശി, ഞങ്ങൾ കുറൂരിലത്ത് പോയിരുന്നു. അപ്പോൾ കുറൂരമ്മ ഇങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾ നോക്കി, അപ്പോൾ ഇന്ന് തന്നെയാണ് ഏകാദശി എന്ന് പറയും. അപ്പോൾ പറയും, അല്ലല്ല, നാളെയാണെന്നാണ് ഞാൻ കണ്ടത്, നിങ്ങളൊന്ന് നോക്കുമോ എന്ന് അവിടുത്തെ ഇല്ലത്തമ്മ പറയുകയാണ്. ആ ബ്രാഹ്മണർ അവിടെ ഇരുന്ന് ഒന്നുകൂടി നോക്കുന്നു. അപ്പോൾ നാളെയാണ് ഏകാദശി. അപ്പോൾ അവർക്ക് വീണ്ടും സംശയമാകും. അപ്പോൾ അവർ വീണ്ടും കുറൂരിലത്ത് ചെന്ന് അവിടെ ഇരുന്ന് ഒന്നുകൂടി നോക്കുന്നു. അപ്പോൾ ഇന്നാണ് ഏകാദശി. അപ്പം എന്താണ്, ഭഗവാൻ കുറൂരമ്മയ്ക്ക് ഒന്നും അറിയില്ല, ഒരു കാര്യവും അറിയില്ല. ഭഗവാനോടുള്ള ഭക്തി മാത്രമേ കുറൂരമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറൂരമ്മ എന്നാണോ അവിടെ ഏകാദശി ആചരിക്കുന്നത്, കുറൂരിലത്തെ അന്ന് തന്നെയാണ് ഏകാദശി. ഭഗവാനെ പൂന്താനത്തിനെ ഭഗവാൻ പല സ്ഥലത്തും സഹായിച്ചിട്ടുണ്ട്. പല വിദ്വാൻമാരും കളിയാക്കിയപ്പോഴൊക്കെ ഭഗവാൻ സ്വന്തം ശബ്ദത്തിൽ വന്ന് അവരോടൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കുറൂരമ്മയോടും ഭഗവാന് സ്നേഹം. അതുകൊണ്ട് തന്നെ കുറൂരമ്മയെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുകയാണ്. സ്നേഹിക്കാനായിട്ട് ആരുമില്ല, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളാണ് കുറൂരമ്മ. അപ്പോൾ ഭഗവാൻ
ഭഗവാനെയാണ് മകനായിട്ട്, സ്വന്തം മകനെ പോലെയാണ് ഭഗവാനെ കാണുന്നത്. ഉണ്ണിക്കണ്ണ എന്നാണ് വിളിക്കുന്നത് തന്നെ ഭഗവാനെ. അപ്പോൾ മകനായി കണ്ടപ്പോൾ മകനായി തന്നെ കൂടെ വരികയാണ്, കുറൂരമ്മയുടെ കൂടെ ഇല്ലത്ത് മകനായി തന്നെ വരികയാണ് ഉണ്ണിക്കണ്ണൻ ഭഗവാൻ ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ കുറേ ആയപ്പോഴത്തേക്ക് ഈ കുറൂരമ്മയുടെ ഖ്യാതിയൊക്കെ ആ ദേശങ്ങളിലൊക്കെ പരക്കും. ഇത് വില്വമംഗലം സ്വാമി ആരും അറിയുന്നുണ്ട് കുറൂരമ്മയുടെ ഈ ഖ്യാതി. ഒരിക്കൽ ഒരാള് വില്വമംഗല സ്വാമിയാരുടെ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, മരുന്നൊക്കെ കഴിച്ചിട്ട് ഒരു ശമനവുമില്ല, എന്തെങ്കിലും ഒരു പരിഹാരം പറയൂ വില്വമംഗല സ്വാമിയാരെ എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ വില്വമംഗല സ്വാമിയാർ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു, താങ്കളുടെ മുജ്ജന്മ കർമ്മഫലം കൊണ്ടാണ് ഇപ്പോൾ ഈ വയറുവേദന ഉണ്ടായത്, അതുകൊണ്ട് നാമം ജപിക്കൂ എന്ന് പറഞ്ഞ് വിടുകയാണ് വില്വമംഗല സ്വാമിയാർ. അപ്പോൾ അയാൾ കുറേ അദ്ദേഹത്തിന് വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ നമ്മുടെ കുറൂരമ്മയുടെ അടുത്ത് വരികയാണ്. അദ്ദേഹം പറയുകയാണ്, കുറൂരമ്മ, എനിക്ക് വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യാനാണ്? ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോയി വില്വമംഗല സ്വാമിയോടൊക്കെ പറഞ്ഞു, മുജ്ജന്മ കർമ്മ പാപകർമ്മമാണെന്നാണ് പറയുന്നത്, എനിക്ക് ഈ വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് കുറൂരമ്മയോട്. കുറൂരമ്മയ്ക്ക് എല്ലാവരോടും സ്നേഹമാണല്ലോ. കുറൂരമ്മ പറയുന്നു, അങ്ങ് ഒരു കാര്യം ചെയ്യൂ, പോയി ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ചിട്ട് വരും, ഞാനിവിടെ ഭഗവാനെ നേദിച്ച പ്രസാദമുണ്ട്, അത് തരാം, പോയിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം കുളത്തിൽ പോയി കുളിച്ച് ഒക്കെ വരുന്നു. കുറൂരമ്മ അദ്ദേഹം വരുമ്പോൾ ഭഗവാന് നേദിച്ച പായസവും പ്രസാദവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്നു. വയറ് നിറച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വയറുവേദന എങ്ങോട്ട് പോയെന്നറിയുന്നില്ല. അദ്ദേഹത്തിന് കുറൂരമ്മയോട് അമിതമായൊരു ഭക്തി സ്നേഹം ഉണ്ടാകുന്നു. കുറൂരമ്മയെ പറയുന്നു, എന്നോടല്ല ഭഗവാനോട് നന്ദി പറയാനാണ് കുറൂരമ്മ പറയുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് ഭഗവാനോട് നന്ദി പറയൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ വയറുവേദന മാറി അദ്ദേഹം വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നു. കുളിച്ച് തൊഴുത് ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം വില്വമംഗല സ്വാമിയാരുടെ അടുത്ത് എന്നിട്ട് പറയുന്നു, എൻ്റെ വയറുവേദന മാറി കേട്ടോ, കുറൂരമ്മ എൻ്റെ വയറുവേദനയൊക്കെ മാറ്റി തന്നു എന്ന് പറയുന്നു. അപ്പോൾ വില്വമംഗലത്തിന് അത്ഭുതമായി, അതെങ്ങനെയാണ്? തന്നോട് ഭഗവാനൊന്നും പറഞ്ഞില്ലല്ലോ. വില്വമംഗല സ്വാമിയാർക്ക് ഭഗവാനോട് നേരിട്ട് സംവദിക്കാനുള്ള ആ ഒരു കഴിവുണ്ടായിരുന്നു. വില്വമംഗല സ്വാമിയാർ ഭഗവാന്റെ ഒരു പരമഭക്തനായിരുന്നു. ഭഗവാനോട് അമിതമായ സ്നേഹവും ഒക്കെ ഉണ്ട്. വിദ്വാനാണ്, പാണ്ഡിത്യമുള്ള ഒരാളാണ് വില്വമംഗല സ്വാമിയാർ. അപ്പം അദ്ദേഹത്തിന് അത്ഭുതം. അപ്പോൾ അദ്ദേഹം ഭഗവാനോട് വന്ന് ചോദിക്കുകയാണ്, ഭഗവാനെ, എന്തുകൊണ്ടാണ് എനിക്ക് കുറൂരമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതുപോലെ എന്നോട് പറഞ്ഞു തരാതിരുന്നത്? അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറാനുള്ള ഒരു പരിഹാരം എന്നോട് പറഞ്ഞു തരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു, അങ്ങ് എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ വയറുവേദനയ്ക്കുള്ള കാരണം മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണമാണ് പറഞ്ഞത്, മുജ്ജന്മ പാപകർമ്മ ഫലം കൊണ്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറാനുള്ള ഒരു പരിഹാര മാർഗം താങ്കൾ എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. കുറൂരമ്മ എന്നോടൊന്നും ചോദിച്ചുമില്ല, ഞാനൊന്നും പറഞ്ഞുമില്ല, എല്ലാം കുറൂരമ്മ സ്വന്തം എന്നോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് എല്ലാം അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്തതാണ്. മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു കുറൂരമ്മ, അദ്ദേഹത്തിൻ്റെ വയറുവേദന മാറ്റി കൊടുക്കണേ ഭഗവാനേ എന്ന്. അത് ഞാൻ ചെയ്തു കൊടുത്തതാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ വില്വമംഗല സ്വാമിയാർക്ക് കുറച്ച് അസൂയൊക്കെ തോന്നി. ഈ ഭക്തന്മാർക്കിടയിൽ തന്നെ ചില അസൂയകളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കാണ് ഭക്തി കൂടുതൽ, അവർക്കാണ് ഭക്തി കൂടുതൽ. യഥാർത്ഥ ഭക്തന് ആ ഒരു തോന്നലുണ്ടായില്ല. കാരണം എല്ലാവരെയും ഭഗവാൻ കാണുന്നു. എല്ലാ ഭക്തിയും എല്ലാ സ്നേഹത്തോടു കൂടി നമ്മൾ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ സ്വീകരിക്കും. നമ്മൾ സ്നേഹത്തോടെ വിളിച്ചാൽ ഓടി വരികയും ചെയ്യും കണ്ണൻ. അപ്പോൾ അത് എല്ലാവർക്കും കുറൂരമ്മയ്ക്കറിയാം. പക്ഷേ കുറൂരമ്മയോട് കുറച്ച് അസൂയൊക്കെ വില്വമംഗല സ്വാമിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കൽ കുറൂരമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വില്വമംഗല സ്വാമിയാർ എത്തിയിട്ടുണ്ട് എന്നറിയുന്ന കുറൂരമ്മ അദ്ദേഹത്തിന് ഭഗവാൻ നേദിച്ച പ്രസാദം ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വില്വമംഗല സ്വാമിക്ക് മാധവന്റെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ അങ്ങനെ
കുറൂരമ്മ തന്നെ ഉണ്ടാക്കി ഭഗവാന് നേദിച്ച പ്രസാദമാണ് കൊടുത്തു വിട്ടിരുന്നത്. അപ്പോൾ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വില്വമംഗല സ്വാമിയാർ വരുമ്പോൾ തന്നെ അവിടെയുള്ള കുറച്ച് ബ്രാഹ്മണരുണ്ട്. അവർക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറയും, ഈ കുറൂരമ്മ ഉറക്കെ ദിവസവും നാമം ചൊല്ലും. സ്ത്രീകൾക്ക് അങ്ങനെ ദിവസവും നാമം ചൊല്ലാൻ കഴിയുമോ? പുറത്തായിരിക്കുന്ന ദിവസവും കൂടി ഈ കുറൂരമ്മ ഉറക്കെ നാമം ചൊല്ലും എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ തെറ്റല്ലേ, പാപമല്ലേ എന്ന് അവർ പറയുമ്പോൾ വില്വമംഗല സ്വാമിയാരും അത് ഓർക്കുകയാണ്. പാപമാണല്ലോ, അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് അദ്ദേഹവും ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വില്വമംഗല സ്വാമിയാർക്ക് കഴിക്കാൻ പായസം എന്നും മാധവൻ്റെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നല്ലോ കുറൂരമ്മ. ഒരിക്കൽ ഒരു ദിവസം പ്രസാദം കൊടുത്തു വിടുന്നില്ല. അപ്പോൾ വില്വമംഗല സ്വാമിയാർ മാധവനോട് ചോദിക്കും, ഇന്ന് എന്താണ് കുറൂരമ്മ എനിക്ക് പ്രസാദം തരാതിരുന്നത്? അപ്പം മാധവൻ പറയും, ഇന്ന് കുറൂരമ്മ ഋതുമതിയായിരിക്കുകയാണ്, പുറത്തായിരിക്കുകയാണ്, അതുകൊണ്ട് പ്രസാദം ഉണ്ടാക്കിയത് ലക്ഷ്മിയാണ്. അപ്പോൾ കുറൂരമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ അങ്ങേക്ക് തരാൻ പാടുള്ളൂ എന്ന് കുറൂരമ്മയ്ക്കൊരു നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് കൊണ്ടുവരാതിരുന്നത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, അപ്പോൾ ഇന്ന് കുറൂരമ്മ പുറത്താണ്, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് വില്വമംഗല സ്വാമിയാർക്ക് ഒരു ആഗ്രഹം. അങ്ങനെ വില്വമംഗല സ്വാമിയാർ കുറൂരില്ലത്ത് എത്തുകയാണ്. അവിടെ വരുമ്പോഴത്തേക്ക് ലക്ഷ്മി കുറൂരമ്മയോട് പറയും, കുറൂരമ്മയുടെ വില്വമംഗല സ്വാമിയാർ വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ വാതിലിന് മറയിൽ നിന്നുകൊണ്ടാണ് കുറൂരമ്മ അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയും, എനിക്കിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ കുറൂരമ്മയോട് ചോദിക്കുകയാണ്, ഈ വില്വമംഗല സ്വാമിയാർ ചോദിക്കുകയാണ്, ഈ ഋതുമതിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നാമം ചൊല്ലുന്നത് ശരിയാണോ? അത് പാപമല്ലേ എന്ന് കുറൂരമ്മയോട് വില്വമംഗല സ്വാമിയാർ ചോദിക്കുകയാണ്. അപ്പോൾ കുറൂരമ്മ ഇത് ലക്ഷ്മിയോടായിട്ടാണ് പറയുന്നത്. കുറൂരമ്മ പറയുകയാണ്, കുറൂരമ്മ ലക്ഷ്മിയോടായിട്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കൂ, നമ്മൾ ഋതുമതിയായിരിക്കുന്ന സമയത്ത് അഥവാ പുറത്തായിരിക്കുന്ന സമയത്ത് സ്ത്രീകളെ മരണം സ്പർശിക്കുകയില്ല എന്ന് ഉറപ്പു തരാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചോദിക്കൂ എന്ന് പറയും. അപ്പോഴാണ് വില്വമംഗല സ്വാമിയാർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത്. നമ്മൾ നാമം ജപിക്കുന്നത് എന്തിനാണ്? മരണസമയത്ത് യമദൂതന്മാർ നമ്മളെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. എപ്പോഴും നാമം ജപിക്കാൻ കഴിയണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ യമദൂതർ സ്പർശിക്കുകയില്ല. ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ വന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ്, ഗോലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. നമ്മളത്രയും കാലം ചെയ്ത പാപങ്ങളൊക്കെ ക്ഷമിച്ച് ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അപ്പോൾ ഋതുമതിയായിരിക്കുന്ന സമയത്ത് ഭഗവാൻ എങ്ങനെ, മരണസമയത്ത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? അങ്ങനെ അതാണ്. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്ക് വില്വമംഗല സ്വാമിയാർക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഗൗരി കുറൂരമ്മയുടെ സാരിത്തലപ്പ് പിടിച്ചുകൊണ്ട് ഒരു ഉണ്ണിക്കണ്ണൻ പുറത്തേക്ക് പടിയിറങ്ങി വരുന്നത് വില്വമംഗല സ്വാമിയാർ കാണുകയാണ്. അപ്പോൾ സാരിത്തലപ്പ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നോക്കി വില്വമംഗല സ്വാമിയാരെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ ഭക്ത പറഞ്ഞത് കേട്ടോ എന്ന രീതിയിൽ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് വില്വമംഗല സ്വാമിയാർക്ക് ഉണ്ണിക്കണ്ണനെ കാണാനുള്ള കഴിവുണ്ട്. അദ്ദേഹം കാണുകയാണ്, ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ആ രജസ്വലയായിരിക്കുന്ന കുറൂരമ്മയുടെ സാരിത്തലപ്പ് പിടിച്ചു വരുന്നതാണ്. നമുക്കെപ്പോഴും നാമം ജപിക്കാൻ കഴിയണം. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നാമം ജപിക്കാം. ചില സ്ത്രീകൾ 7 ദിവസവും 4 ദിവസമൊക്കെ നാമം ചെല്ലാതിരിക്കുന്നത് ഈ ആർത്തവ സമയത്ത് നാമം ചെല്ലാൻ കഴിയില്ല, ദോഷമാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അവർക്കൊരു മടിയുള്ളത് കൊണ്ടായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും നാമം ജപിക്കാൻ ഒരു തടസ്സങ്ങളുമില്ല. നമ്മൾ ഋതുമതിയായിരിക്കുന്ന സമയത്തും നാമം ജപിക്കാം. നമ്മുടെ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ.
അദ്ദേഹം വ്യക്തമായത് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് നാമം നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഭഗവാന്റെ നാമങ്ങൾ എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുവെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഭഗവാനോട് ക്ഷമ ചോദിച്ചാൽ മതി. വളരെ വലിയ കംസനോടും രാവണനോടും ഒക്കെ ക്ഷമിച്ച ഭഗവാനാണ്, ക്ഷമിക്കാൻ ശ്രമിച്ച ഭഗവാനാണ്. ആ ഭഗവാന് നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. നമ്മൾ തെറ്റ് ചെയ്തത് ക്ഷമ ചോദിക്കുമ്പോൾ ഭഗവാൻ നമ്മളിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങനെ കുറൂരമ്മയുടെ ഖ്യാതി അങ്ങനെ കുറേശ്ശെ എല്ലായിടത്തും പരക്കുകയാണ്. അങ്ങനെ കുറൂരിലത്ത് നിന്ന് മാധവൻ, ലക്ഷ്മി മരിച്ചു പോകുന്നു. മാധവൻ അവിടെ ആ ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറൂരമ്മ വീണ്ടും ഒറ്റപ്പെടുകയാണ്. ആരുമില്ല സഹായത്തിന്, പ്രായമൊക്കെ ആയി, ആരും സഹായത്തിനില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാധവൻ എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ ചന്തയിൽ പോയിട്ട് വരുന്ന സമയത്താണ്. ആ സമയത്ത് ഒരു കുട്ടി മാധവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഭക്ഷണം മാത്രം തന്നാൽ മതി, എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം, എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് മാധവന് അത്ഭുതമായി. ഈ ചെറിയ കുട്ടി എന്ത് പണി വേണമെങ്കിലും ചെയ്തോളാം, ഒന്നും കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. പെട്ടെന്ന് മാധവന് കുറൂരമ്മയുടെ കാര്യമാണ് ഓർത്തത്. മാധവൻ പോകുന്നതിന് മുമ്പ് കുറൂരമ്മയ്ക്കൊരു സഹായിയായി ഈ കുട്ടിയെ ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ തന്നെ കുറൂരമ്മയ്ക്ക് സന്തോഷമാണ്. തൻ്റെ ഉണ്ണിക്കണ്ണനെ പോലെയാണ് കുറൂരമ്മയ്ക്ക് തോന്നുന്നത് ഉണ്ണിക്കണ്ണനെ. അപ്പോൾ ഉണ്ണിക്കണ്ണ എന്ന് തന്നെയാണ് കുറൂരമ്മ അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. കുറൂരമ്മയുടെ ഒരു സഹായിയായിട്ട് പൂജാ സമയത്തും എപ്പോഴും ഉണ്ണിക്കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിക്കണ്ണനും കുറൂരമ്മയും തമ്മിലുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനെ കലത്തിലടച്ച കഥകളൊക്കെ നിങ്ങൾക്കറിയാം. പൂജാ സമയത്ത് വില്ലുമംഗല സ്വാമിയാർ വരാതിരുന്നപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ച് ക്ഷണിച്ചതും എല്ലാം, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ കുറൂരമ്മയുടെ കൂടെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കുറൂരമ്മയുടെ കൂടെ താമസിക്കുകയാണ്. പിന്നീട് കുറൂരമ്മയ്ക്കൊരു സഹായിയായിട്ട്. ഒരിക്കൽ പോലും കുറൂരമ്മ അറിയുന്നില്ല ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ സഹായിക്കാനായിട്ട് ഈ ഇല്ലത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കുറൂരമ്മ ഒരിക്കൽ പോലും മനസ്സിലാക്കുന്നില്ല. അവസാന സമയത്താണ് കുറൂരമ്മ അതൊക്കെ മനസ്സിലാക്കുന്നത്. അവസാന സമയത്ത് കുറൂരമ്മ സങ്കടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മരണശേഷം ഉണ്ണിക്കണ്ണ നിനക്ക് ആരാണുള്ളത് എന്നോർത്ത്, ശ്രീ ഗുരുവായൂരപ്പന് ആരുമില്ല എന്നോർത്ത് സങ്കടപ്പെടുന്ന ഒരു അമ്മയാണ് കുറൂരമ്മ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. അങ്ങനെ ഗുരുവായൂരപ്പൻ അവസാനമാണ് അറിയുന്നത്. അപ്പോൾ കുറൂരമ്മ പറയും, അവസാനമാണ് കുറൂരമ്മ അറിയുന്നത് തൻ്റെ കൂടെ തനിക്ക് സഹായിയായി വന്നത് ഭഗവാനായിരുന്നുവെന്ന് കുറൂരമ്മ അറിയുന്നത് അവസാന നിമിഷമാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് കുറൂരമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ആ ശരീരം പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ ശരീരത്തോടു കൂടി തന്നെയാണ് കുറൂരമ്മയെ ഭഗവാന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ഭക്തിയായിരുന്നു, എല്ലാവരോടും സ്നേഹമായിരുന്നു. ആരാലും വെറുക്കപ്പെട്ട് എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയുന്ന ആ അമ്മ ഭഗവാനിൽ മാത്രം അഭയമായി കണ്ട് ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്ന അമ്മയാണ്. ആ അമ്മയെ ഭഗവാൻ കാണാതിരിക്കുമോ? ഭഗവാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ ഇല്ല ഭഗവാൻ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും തോറും ഭഗവാൻ ഒരു നിഴലായി നമ്മുടെ കൈ പിടിച്ച് ഭഗവാൻ കൂടെ ഉണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് എല്ലാവരും നിങ്ങൾ അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്കും അറിയാൻ പറ്റും. ഭഗവാന്റെ ഒരു വിഗ്രഹം മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ ദിവസവും ഒരു തിരി കത്തിക്കൂ. ഇപ്പോൾ തിരി കത്തിച്ചു വെച്ചാൽ ചിലരുടെയൊക്കെ ഒരു മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിഗ്രഹം മേടിച്ച് വീട്ടിൽ വെച്ച് തിരി കത്തിച്ചാൽ അവിടെ അതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകും, അപ്പോൾ അത് ദോഷമാകും. അങ്ങനെയല്ല, ചൈതന്യം ഉണ്ടാകട്ടെ. ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ഉള്ളപ്പോൾ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട. ഭഗവാൻ എല്ലാം നോക്കിക്കോളും നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളത് തെറ്റാണെന്ന് വിചാരിക്കരുത്. ഭഗവാന്റെ ഒരു വിഗ്രഹം വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് എന്നും തിരി കൊളുത്തി നമുക്ക് കഴിയുമെങ്കിൽ ഒരു പൂവും കൂടി അർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അതിൽ സന്തുഷ്ടനാണ്. നമ്മളത് സ്നേഹത്തോടെയാണ് കൊടുക്കുന്നതെങ്കിൽ ആ സ്നേഹം എന്നും ഭഗവാന് തിരിച്ച് നമ്മളോടും ഉണ്ടായിരിക്കും. അങ്ങനെ കുറൂരമ്മയുടെ കാലം ഭഗവാൻ കുറൂരമ്മയെ കൊണ്ടുപോവുകയാണ് ഗോലോകധാമത്തിലേക്ക്.
അതിനൊക്കെ ശേഷം കുറൂരില്ലം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ട്. പിന്നീട് അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോഴത്തേക്ക് അവിടെ കുറൂരില്ലത്ത് ഒരു ദേവസാന്നിധ്യം കാണുന്നു. കുറൂരമ്മയുടെ വിഗ്രഹം അവിടുന്ന് കണ്ടെടുക്കുന്നു. അങ്ങനെ കുറൂരമ്മ പൂജിച്ചിരുന്ന ആ ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തി അവിടെ ഒരു ക്ഷേത്രം പണിത് ഇന്നും ആ കുറൂരില്ലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തിയുടെ ആ ഇല്ലം ഭഗവാൻ വിട്ടുകളയുമോ? അവിടെ ഇന്നും ഉണ്ട് കുറൂരില്ലം. നമ്മൾ ചെല്ലുന്ന കാണാൻ ഭഗവാൻ കുറൂരമ്മ പൂജിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം നമുക്ക് കാണാം. എല്ലാവർക്കും ഇത് കേട്ട എല്ലാവർക്കും ഭഗവാന്റെയും ശ്രീ കുറൂരമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.